ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആയാലോ? അതെ, അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫാണ്. കുറേ നാളായി ചെയ്യണമെന്ന് ആഗ്രഹിച്ചത്. ഇപ്പോഴാണ് എനിക്ക് സമയം കിട്ടിയത്. അപ്പോൾ രാവിലെ തന്നെ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ച്. ഒരു ചൂട് ചായ കുടിച്ചാൽ ഒരു ഉഷാറുണ്ടാവില്ല. മുമ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ ചായ ഇഷ്ടമില്ലായിരുന്നു. പാൽ ചായ ഉറപ്പായിരുന്നു. പക്ഷെ എന്തോ ഡെലിവറിക്ക് ശേഷം ഇപ്പോൾ ഇത് ഭയങ്കര ഇഷ്ടമാണെന്നേ. ഞാനെന്തോ ഇപ്പം ചായപ്രാന്തി ആയിപ്പോയി. അത്രയ്ക്ക് അഡിക്റ്റ് ആയി പോയിട്ടാണ് ചായയിൽ. സ്വാഭാവികം. ഇതെനിക്ക് മാത്രമല്ല, ന്യൂമംസ് ആയ പല അമ്മമാർക്ക് തോന്നാറുണ്ട് കേട്ടാ. വലിച്ചെറിയാൻ മാത്രമല്ല, ചില സമയത്ത് നമുക്ക് എവിടെയെങ്കിലും ഇട്ട് ഓടിക്കളയാനൊക്കെ തോന്നും. ഇനിയുള്ള കുറച്ച് ടൈമാണ് ഞാൻ ലിയോയും കൂടെയുള്ള ഒരു യുദ്ധം തുടങ്ങാൻ പോണത്. ഒരു ഉച്ച വരെ ഞങ്ങൾ രണ്ടും മാത്രം ഇടിക്കോട്ടെ ഈ ടൈമിൽ. ഇപ്പോഴാണ് ഈ വീട്ടിൽ ലിയോ ഉണ്ടെന്നുള്ളത് നാട്ടുകാർ അറിയാൻ പോണത്. ഇതിൻ്റെ കരച്ചിൽ കേട്ടിട്ട് അപ്പുറം ഇപ്പുറമുള്ള ചേച്ചിമാരൊക്കെ വരും കേട്ടോ, കരച്ചിൽ എന്താണെന്ന് അന്വേഷിക്കാനായിട്ട്. എൻ്റെ ആദ്യത്തെ ജോലി ഇവിടെ ക്ലീൻ ചെയ്യലാണ് കേട്ടോ. കാരണം അടിച്ചു വാരിയിട്ടാലും നമുക്ക് ലിയോ മോനെ താഴേക്കിടത്തി കളിപ്പിക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ആദ്യമേ തന്നെ രാവിലെ അടിച്ചു വാരി ഇടും. അതിനുശേഷം ലിയോ മോനെ പിന്നെ എണ്ണയൊക്കെ തേച്ച് ഞാൻ കുളിപ്പിച്ചിട്ട് വന്നിട്ടാ. കുളി കഴിഞ്ഞ് വരുമ്പോഴായിക്കോട്ടെ ഞാൻ വൈറ്റമിൻ്റെ സിറപ്പ് കൊടുക്കണത്. ഇതിപ്പോൾ ഇവന് 1 വയസ്സ് വരെ കൊടുക്കേണ്ട മരുന്നാണിത്. പിന്നെ ഞങ്ങളുടെ ബെഡ് ഇങ്ങനെ കിടക്കണ്ടായിരുന്നു വിചാരിക്കരുത് കേട്ടോ. ലിയോമോൻ്റെ കുളി കഴിഞ്ഞവൻ ഉറങ്ങണ ഒരു ബെഡിൽ ഇങ്ങനെ ഇരിക്കും. എന്നാലും എനിക്ക് എല്ലാം ഒതുക്കിപ്പുറക്കി വെക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോഴാണ് ഞാൻ ലിയോമോൻ്റെ നഖമൊക്കെ വളർന്ന് ശ്രദ്ധിച്ചത് കേട്ടോ. 2 ദിവസം കൂടുമ്പോൾ പെട്ടെന്ന് വളരുമെന്ന് വരുന്ന നഖമൊക്കെ. അപ്പം ഞാൻ നെയിൽ കട്ടർ എടുത്തിട്ട് ട്രിം ചെയ്യുന്നുണ്ട്. നെയിൽ കട്ടർ അല്ല, ട്രിമ്മറാണിത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. നെയിൽ ട്രിമ്മറിൻ്റെ ആവശ്യമുള്ളവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ കേട്ടോ. ഇന്ന് പിന്നെ എന്നാൽ ലിയോന് കണ്ണൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കുറേ നാളായി ഞാൻ ലിയോന് കണ്ണൊക്കെ എഴുതി കൊടുത്തിട്ടത് വേറൊന്നുമല്ല, എനിക്കിപ്പോൾ ഇഷ്ടമല്ല ഇവന് കണ്ണ് എഴുതി കൊടുക്കണം. കാരണം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വെറുതെ കരിഭൂതം പോലേക്ക് അവിടെ ഇവിടെയൊക്കെ ഇറക്കി വെക്കുമെന്ന് കൺമശി. അതുകൊണ്ട് എനിക്കിപ്പോൾ ഇഷ്ടമല്ല. പിന്നെ ഇതിപ്പോൾ വീഡിയോ എടുക്കൊണ്ട് വരും പ്രഹസനം മാത്രം. അത് മാത്രമല്ല, ഇപ്പം എന്തോ ഒരു ഭാഗ്യത്തിനാണ് ഇവനിങ്ങനെ കിടക്കണത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് തൊടുമ്പോൾ തന്നെ ചാടിപ്പെടന്ന് എഴുന്നേക്കും. എഴുന്നേറ്റാൽ പിന്നെ എൻ്റെ ഒരു പണിയും നടക്കൂല. അപ്പം അതുകൊണ്ടിട്ടാണ് ഞാൻ മിക്ക ദിവസങ്ങളിൽ എഴുതാൻ മടിക്കണ കാരണം തന്നെ. നീ കുത്തങ്ങോട്ട് വെച്ചല്ലേടാ, നിന്റെ അച്ഛൻ കുത്തങ്ങോട്ടല്ലേ? അല്ലേ, അച്ഛൻ കുത്തങ്ങോട്ടല്ലേ? അതെ, എനിക്ക് അടിയാട്ടാ. നിന്റെ അച്ഛൻ കുത്തങ്ങോട്ടാ. ദേ കണ്ട, ഇതാണ് ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞ റീസൺ. ഇനി ഉറങ്ങത്തില്ല. പിന്നെ ഇവനെ ഇവിടെ കിടത്തിയിട്ടാണ് എൻ്റെ ബാക്കി പണികൾ ചെയ്യാൻ പോയത് കേട്ടോ. ഇന്ന് പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അത് ആദ്യം തന്നെ പാത്രം കഴുകാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്കും ഡിഷ് വാഷ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ട്. മാങ്ങ സീസൺ ആയതുകൊണ്ട് ഇപ്പോൾ എവിടെ നോക്കിയാലും നമുക്ക് മാങ്ങ കാണാം കേട്ടോ. പക്ഷേ മാവ് ഞങ്ങളുടേതല്ല, അപ്പുറത്തെ വീട്ടിലതാണ്. പക്ഷെ എല്ലാ ദിവസവും നമുക്ക് മാങ്ങ കിട്ടാറുണ്ട്. അപ്പം ഞാൻ ഇന്ന് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അടുക്കള ക്ലീൻ ചെയ്തിടാമെന്ന് വിചാരിച്ച്. അല്ലെങ്കിൽ ഞാൻ അടുക്കള എല്ലാ ദിവസവും ക്ലീൻ ചെയ്തിടാറുണ്ട് കേട്ടോ. ഇന്നാണെങ്കിൽ കറിയും വെക്കണ്ട, കാരണം രാവിലെ അമ്മ കറി വെച്ചിട്ടാണ് പോയത്. അതുകൊണ്ട് ഇന്ന് എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. പിന്നെ കുറച്ച് അലക്കാനുള്ളത് ഞാൻ അലക്കാൻ ഇട്ടിട്ടാ. അപ്പോഴത്തേക്ക് എനിക്കോളം എല്ലാവരും ഒടിച്ചിട്ടുണ്ട്. കേട്ടാ മോനെ, എൻ്റെ അലാറം ഒടിച്ചത് നല്ല ശബ്ദം ഉണ്ടാ. പിന്നെ ഞാൻ ഒരു കണക്കിന് പാട്ടൊക്കെ പാടി അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തി ലിയോമോനൊക്കെ കിടത്തി ഉറക്കിയേട്ടാ. അപ്പോഴത്തേക്കും മമ്മയും അബി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അവർ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം എടുത്ത് വെച്ച്. പിന്നെ ചെറുപയറായിരുന്നു രാവിലെ വെച്ചത്. അപ്പം അതുകൊണ്ട് ജസ്റ്റ് ഒരു മുട്ടയും വറുക്കാലെന്ന് ഓർത്ത് ഞാൻ മുട്ടക്കുള്ള സവാള അരിഞ്ഞ് അമ്മ പാത്രവും കഴുകണമായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളിവിടെ എന്ത് പണിയും ഞങ്ങൾ ഒരുമിച്ച് ഷെയർ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് ചെയ്യുള്ളൂ കേട്ടോ. ഇതാകുമ്പോൾ ഞങ്ങൾക്ക് സംസാരിച്ച് പരിദൂഷണമൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഞങ്ങൾ ചെയ്യണത്. അപ്പോൾ ഞങ്ങളുടെ പെട്ടെന്ന് ജോലി കഴിയുകയും ചെയ്യും. പിന്നെ ഇന്ന് ഫുഡ് കഴിച്ചതിനപ്പോഴത്തേക്ക് അബി പോയിട്ടാ. ലിയോമോൻ എഴുന്നേറ്റ് കൊണ്ടാണ് പോയതെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ കഴിച്ചതിനപ്പോഴത്തേക്ക് അവനവിടെ എഴുന്നേറ്റ് കിടപ്പുണ്ടായിരുന്നു. ഏത് നേരവും ലിയോമോൻ്റെ കൈ വായിൽ തന്നെ ഇരിക്കോട്ടെ കാണുക. അമ്മയുടെ പൊന്നേ, നീ നോക്ക്, അമ്മയെ നോക്ക്, അമ്മയുടെ സുന്ദരാ.
അമ്മയുടെ പൊന്നി കുത്തങ്ങട്ട് വെച്ച് കുത്തങ്ങട്ട് വെച്ച്. ഉച്ചക്ക് എഴുന്നേറ്റിരിക്കണ കൊച്ചാണ്ടാവും. പിന്നെ ഉറങ്ങിയതേ ഉണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ അവൻ അമ്മേൻ്റെ കൊടുത്തിട്ടാണ് കുളിക്കാനൊക്കെ പോയത്. ഉറക്കാൻ നോക്കിയിട്ടാണ് അവൻ ഉറങ്ങിയതും ഇല്ല. എന്നാൽ പിന്നെ മുറ്റത്തോണ്ടേ കളിപ്പിക്കാമെന്ന് ഓർത്ത് ഞാൻ കൊണ്ടിരുത്തിയപ്പോൾ ഇതാ അവൻ്റെ തലയിൽ പേനിരിക്കണം. ഈ ഒരാഴ്ചയിൽ വരുന്നിട്ടാ എനിക്ക് ഡെലിവറി കഴിഞ്ഞ് ഫസ്റ്റ് ടൈം ഇവൻ്റെ തലയിൽ ഞാൻ പെയിൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അന്നാട്ടെ ഞാൻ അറിഞ്ഞത് കുഞ്ഞുങ്ങളുടെ തലയിലും പെയിൻ ഉണ്ടാവുമെന്ന്. അന്ന് ഒരു വെള്ളപ്പൊടി പെയിനായിരുന്നിട്ട് ഇവൻ്റെ തലയിൽ ഉണ്ടായിരുന്നു അന്നേരം. പക്ഷെ ഇപ്പം വലിയ കറുത്ത പേനൊക്കെ വരാറുണ്ട്, അതെൻ്റെതായിരിക്കും. പക്ഷെ ഇപ്പോഴും ചെറിയ പൊടി പേനൊക്കെ കിട്ടാറുണ്ട് കേട്ടോ ഇവൻ്റെ തലയിൽ നിന്ന്. ഞാൻ അപ്പോൾ അതുകൊണ്ട് ഡെയിലി നോക്കും ഇവൻ്റെ തല. പിന്നെ ഞാൻ അതാ ഉറക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര നടന്നിട്ട് അവൻ ഉറങ്ങിയില്ല. അപ്പോഴാണ് ഞാൻ ലിയമോനെ ഉറക്കം ട്രിക്ക് ഉപയോഗിച്ചത് കേട്ടോ. ഞാൻ ഇവനെ മിക്കപ്പോഴും ഉറങ്ങാൻ ഒട്ടും പറ്റാതാകുമ്പോഴത്തേക്കും ഞാൻ ടി വി പോയിട്ട് ചെണ്ടമേളം വെച്ച് കൊടുക്കും. അപ്പോഴത്തേക്കും അവൻ്റെ കരച്ചിൽ നിൽക്കും, അവൻ ഉറങ്ങുകയും ചെയ്യും കേട്ടോ. ഇങ്ങനത്തെ എന്തെങ്കിലും ട്രിക്ക് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കട്ടാ. കണ്ടില്ലേ എൻ്റെ മുൻസുഖമായിട്ട് കിടന്നുറങ്ങുന്നത്. അതിനുശേഷം ഞാൻ എന്താ തുണി എടുക്കാണ്ട് മുകളിൽ പോയിട്ട് ഈ മരത്തിൽ നിന്നിട്ടാട്ടോ നമുക്ക് മാങ്ങ എപ്പോഴും വീഴുന്നത്. ഡെയിലി വീഴും, ഡെയിലി ഒരു 3-4 വെച്ചിട്ടെങ്കിലും വീഴോട്ടെ എപ്പോഴും. മിക്കപ്പോഴും അമ്മയുണ്ട് എപ്പോഴും തുണിയെടുക്കാൻ കയറുന്നത്. ഞാൻ അങ്ങനെ തുണിയെടുക്കാൻ പോകാറില്ല. തുണിയെടുക്കാനല്ല, തുണി വിരിക്കാനും ഞാൻ അങ്ങനെ പോകാറില്ല. ഞാൻ ആകെ ഇടക്ക് മാങ്ങ പൊട്ടിക്കാൻ മാത്രമേ കയറാറുള്ളൂ. പിന്നെ ഇപ്പോൾ ലിയമോൻ ഉറങ്ങിക്കൊണ്ടിട്ടാണ് ഞാൻ കയറി തുണിയൊക്കെ എടുത്ത് മടക്കിയൊക്കെ വെക്കണത് കേട്ടോ. ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ടബി കയറി വന്നത്. പക്ഷെ അബി കണ്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ വീഡിയോ എടുക്കണത്. എനിക്ക് വയ്യ, അമ്മേനോട് പോയി ചായ വെച്ച് കൊടുക്കാൻ പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു നിൻ്റെ ഭർത്താവല്ലേ, നീയാ വെച്ച് കൊടുക്കണ്ട. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ഭർത്താവാകണതിന് മുമ്പ് അമ്മയുടെ മോനല്ലേ, അമ്മ പോയി വെച്ച് കൊടുക്കാന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പീറ്റിക്ക വെച്ച്. പിന്നെ ലാസ്റ്റ് അമ്മ എന്നെ വെച്ച് കൊടുത്തിട്ടാ. രാത്രിത്തേക്ക് ഞങ്ങൾ പിന്നെ ചെമ്മീൻ ബിരിയാണി കേട്ടോ വെച്ചത്. അപ്പം അതിനുള്ള സവാളയ്ക്ക് അമ്മ അരിഞ്ഞുകൊണ്ടിരിക്കണമായിരുന്നു. ആ ടൈമിൽ പോയി ഞാൻ വിളക്ക് വെച്ച്. ചെമ്മീൻ കഴിഞ്ഞ ദിവസം ഹരിതേച്ചി വന്നിട്ടുണ്ടായിട്ടോ. അപ്പോൾ ചേച്ചി കൊണ്ടുവന്ന് തന്നതാണ് ഞങ്ങൾക്ക് ചെമ്മീൻ. ചേച്ചി എപ്പോൾ വന്നാലും ഞങ്ങൾക്ക് കുറേ മീനും ചെമ്മീനൊക്കെ കൊണ്ടുവന്ന് തരും. ചേട്ടൻ മീൻ കടയിലാണ് നിൽക്കണത്. പിന്നെ ഒരാഴ്ചത്തേക്കുള്ള സ്നാക്സും വാങ്ങിച്ചുകൊണ്ട് വരും കേട്ടോ. ഞാൻ എപ്പോഴും പറയും ഇത് വേണ്ടെന്ന് പറഞ്ഞാൽ അവർ വാങ്ങിച്ചുകൊണ്ട് വരും. ഇത് ഞാൻ പ്രഗ്നൻ്റ് ആയപ്പോൾ തൊട്ടുള്ള അവരുടെ ശീലമാണ്. ഇപ്പോൾ ഞാൻ പറയും ചേച്ചി ഞാൻ പ്രസവിച്ച് കഴിഞ്ഞ് എനിക്ക് സ്നാക്സ് വേണ്ടെന്ന് പറഞ്ഞാലും വാങ്ങിക്കൊണ്ട് വരും. അവരവരുടെ സ്നേഹം ഇതിലൂടെയാണ് കേട്ടോ അവരെന്നോട് കാണിക്കണത്. അപ്പോൾ ആ വിളക്ക് എത്തിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ലിയമോൻ എഴുന്നേറ്റിട്ടുണ്ടായി. പിന്നെ അവന് ഫീഡ് ചെയ്ത് കുറച്ച് നേരം അവൻ്റെ ഒപ്പം ഞാൻ കളിച്ച്. ലിയോ കുത്തങ്ങട്ട, ലിയോ കുത്തങ്ങട്ട കുത്തങ്ങട്ടവനാ, ലിയോ കുത്തങ്ങട്ടവനല്ലേ. അവനെ പിന്നെ അതാ ഇവിടെ കിടത്തിയ ശേഷമുണ്ട് ഞാൻ അടുക്കളയിൽ അമ്മേനെ സഹായിക്കാൻ വേണ്ടി പോയത്. അപ്പോഴത്തേക്കും അമ്മ ബിരിയാണിക്കുള്ള എല്ലാ സാധനങ്ങളും അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിട്ടാ. പിന്നെ ഞാൻ ചെന്ന് സവാള വട്ടി ചെമ്മീനും വറുത്ത് കൊടുത്തു. അപ്പം അമ്മ ഇപ്പുറത്തെ അടുപ്പിലിട്ടിട്ട് റൈസിനുള്ള ഇത് ചെയ്യുന്നതാണ്. അമ്മ പിന്നെ മസാലക്കുള്ള സവാളയൊക്കെ വഴറ്റിയപ്പോഴത്തേക്കും പിന്നെ വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അരി കഴുകിയിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബിരിയാണി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ലിയമോനൊന്ന് മേലഴിച്ച് ഡ്രസ്സൊക്കെ മാറ്റി. പിന്നെ ഞാൻ കുറച്ച് നേരം മുറ്റത്തിരിക്കണേണ് ചേട്ടനെ അബീനെ വെയിറ്റ് ചെയ്ത്. അവർ വന്നിട്ടാണ് ഇനി ഫുഡ് കഴിക്കാൻ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ വന്നിട്ടാ. പിന്നെ ഞങ്ങൾ ആരും കൂടെ ഒരുമിച്ചിരുന്ന ഫുഡ് കഴിച്ച. അച്ഛൻ പിന്നെ നേരത്തെ കഴിച്ച് കിടന്നിട്ടാ. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ ടി വി ഒക്കെ കണ്ട് ചേട്ടൻ ലിയമോനെ കളിപ്പിച്ചിട്ടും കിടക്കാൻ പോയി. ഞങ്ങൾ കിടക്കാൻ പോയപ്പോൾ ഇതാണ് ഞങ്ങളുടെ അവസ്ഥ. ഇത് സുഖമായിട്ട് കിടക്കണം നോക്കിയാൽ ലിയമോന് ചെറിയ ഫാനൊക്കെ വെച്ചിട്ടാണ് കിടത്തിയേക്കണത്. എന്ത് സുഖ ജീവിതമല്ലേ ലിയമോനെ കാണുമ്പോൾ ഞാൻ ഓർക്കും അയ്യോ ചെറുതായി തന്നെ ഇരുന്നാൽ മതിയെന്ന്. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം കറണ്ട് വന്നിട്ടാ. പിന്നെ അച്ഛനും മോനും കിടന്നു. എന്നാൽ പിന്നെ ഞാനും പോയി കിടക്കട്ടെ. ഗുഡ് നൈറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിക്കോട്ടെ ഡെയിലി എൻ്റെ ലൈഫിൽ നടക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കും.